الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته لا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفا عنكم والآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله ولا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപാവനമായ സ്ത്രീ പുരുഷന്മാരുടെ കഴിവുകൾക്ക് യോജിച്ചതായ നിയമങ്ങളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി നമ്മെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയ അവൻ്റെ ദൂതൻ്റെ റസൂലയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ എപ്പോൾ നമ്മെ പിടികൂടിയാലും പടച്ചവൻ്റെ യഥാർത്ഥ അടിമകളായി ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു നോമ്പിൻ്റെ ചില വ്യവസ്ഥകൾ നിബന്ധനകൾ വിശദീകരിച്ച
ആയത്താണ് ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിച്ചത്. നോമ്പ് കാലത്ത് എന്തെല്ലാമാണ് നാം വർജിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യമായി പരിശോധിക്കാം. ഒന്നാമത് അള്ളാഹു തന്നെ പറഞ്ഞ് വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയളു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ശരിയായ പ്രഭാതമാകുന്നത് വരെ നോമ്പിന്റെ രാത്രി സമയത്ത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാം, നോമ്പിന്റെ പകൽ സമയത്ത് തിന്നുകയും കുടിക്കുവാനും പാടില്ല എന്ന് ആ ആയത്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രവാചകൻ നമുക്ക് ചിലത് വിശദീകരിച്ചു തന്ന്, അതായത് മനുഷ്യനാണ്, ചിലപ്പോൾ മറന്ന് തിന്നുക കുടിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും നോമ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ പലപ്പോഴും ആണിനും പെണ്ണിനൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് വരും. നോമ്പിന്റെ കാര്യം നമ്മൾ അറിയാതെ പെട്ടെന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തെന്ന് വരും. അങ്ങനെയാണെങ്കിൽ റസൂല പറഞ്ഞു അത് അവന്റെ നോമ്പിനെ ഒരു നിലക്കും ബാധിക്കുകയില്ല. നിങ്ങൾ ഏകദേശം 4 മണിക്കാണ് സംഭവിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയാണ് സംഭവിച്ചത്. എപ്പോൾ സംഭവിച്ചാലും അവനെ തീറ്റുകയും കുടിക്കുകയും ചെയ്തത് പടച്ചവനാണ്, അള്ളാഹുവാണ് അവനെ തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഫൽയുത്തിമ്മ സൗമഹു, അവന്റെ നോമ്പ് അവൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ, അതിന് പ്രായശ്ചിത്തം ബദല് നോൽച്ചു വിട്ടുകയും ചെയ്യേണ്ടതില്ല എന്ന് റസൂൽ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഇനി അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയത്, അതായത് ഉമിനീര് ഇറക്കിയാൽ അത് നോമ്പിനെ ബാധിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് കഫം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും എന്നൊരു ധാരണ ഉണ്ട്. അതൊരിക്കലും പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ദുർബലമായ ഹദീസിൽ വരെ പറയുന്നില്ല. ഉമിനീര് ഇറങ്ങിയാൽ നോമ്പിനെ ബാധിക്കുകയില്ല, കഫം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമെന്ന് ഹദീസിൽ പറയുന്നില്ല. അപ്പൊ അത് നിങ്ങൾ വലിയൊരു പ്രശ്നമായി കാണേണ്ടതില്ല. ചിലപ്പം കഫവും ഇറങ്ങിപ്പോയി എന്ന് വരും. അപ്പൊ അതിനൊന്നും വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കണ്ട. കാരണം എനിക്കറിയാം, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്തൊക്കെ ഈ പട്ടിണി കിടക്കുന്നതിനേക്കാൾ വലിയ പ്രയാസം ഈ തുപ്പാനായിരുന്നു. കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്. കുട്ടിയായിരുന്ന കാലത്ത് എന്നിട്ട് ജലന്റെ അടുത്ത് തന്നെ സ്റ്റൂളിട്ടിരുന്ന് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കലാണ്. അതുപോലെ തന്നെ ചില പള്ളികളിൽ ചെന്നാൽ ഈ നോമ്പ് കാലം വന്ന ബക്കറ്റിൽ മണല് നിറച്ചിങ്ങാണ്ട് വെക്കുകയാണ്. എന്നിട്ട് ഓരോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ സുന്നത്തെന്ന നിലക്കാർക്ക് കാർക്കിച്ച് തുപ്പുക. അതിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തല കറങ്ങിന്ന് വരും, ഈച്ചെങ്ങനെ ഇതാക്കിയിട്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയോ കടന്നുകൂടിയതാണ്. ഒരിക്കലും പുറത്തുള്ളത് വന്നാലേ നോമ്പ് മുറിയുള്ളൂ. ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് കഫം, പുറത്തുനിന്നുള്ള കഫം നമ്മൾ ഇറക്കരുതെന്നുള്ളൂ. ആരാന്റെ കഫം ഒന്നും ഇറക്കാൻ പാടില്ല. നേരെ മറിച്ച് സ്വന്തം കഫമാണെങ്കിൽ അത് കഫം ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് ഒരു നിലക്കും നോമ്പിന് അതെന്ത് ചെയ്യുന്നില്ല, ബാധിക്കണില്ല. അപ്പൊ അതിൽ നിങ്ങൾ ഇത്ര യത്നം നടത്തേണ്ട ആവശ്യം. നോമ്പ് കാലത്ത് തുപ്പല് കുറയാണ് വേണ്ടത്, അല്ലാതെ വർദ്ധിപ്പിക്കല്ല വേണ്ടത്. അതൊക്കെ തെറ്റിദ്ധാരണയുണ്ടായതാണ്. മന്നക്കലിൽ ബിത്തീഖ ദഖലൽ ജന്ന, മത്തക്ക തിന്നാ തണിമത്തം തിന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂല പറഞ്ഞതായിട്ടൊക്കെ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ദുർബല ഹദീസിൽ വരെ കഫം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും എന്ന് പ്രസ്താവിക്കണില്ല. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ്, പ്രഗൽഭ സഹാബി വരെയാണ് ഇബ്നു അബ്ബാസ്. അദ്ദേഹം പറഞ്ഞില്ല ബഅ്സ, ഒരിക്കലും ഒരു തെറ്റുമില്ല. ഈ ഭക്ഷണത്തിന് സ്ത്രീകൾ ഭക്ഷണത്തിന് രുചിയുണ്ടോ നോക്കി, എരുണ്ടോ, ചായയിൽ മധുരമുണ്ടോ എന്നൊക്കെ നാക്കുമേൽ വെച്ച് നോക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് പ്രഗൽഭ സഹാബി വര്യനായ ഇബ്നു അബ്ബാസ് പറഞ്ഞത് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗൽഭ സഹാബത്തെല്ലാം തന്നെ പറഞ്ഞത് കുട്ടികൾക്ക് ഉമ്മമാർക്ക് കുട്ടികൾക്ക് ഭക്ഷണം ചവച്ചരച്ച് കൊടുക്കാമെന്നാണ്. പിന്നെ അമ്മമാർ തുപ്പിക്കളയണമെന്നുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം ചവച്ചരച്ച് കൊടുക്കുന്നതിനും അതിനും തിന്ന് കുടിച്ച് എന്നതിൽ പെടൂല. അത് അവർ തിന്ന് എന്നുള്ള ഉദ്ദേശമല്ലാതെ അർക്കും ചെയ്യരുത്, അതിനും വിരോധമല്ല എന്ന് ഇമാം പ്രഗൽഭ സഹാബത്ത് പറഞ്ഞത് ബുഖാരി പോലുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നുള്ളത് ഛർദിച്ചാലാണ്. അതായത് ഛർദിച്ച് പോയോണ്ട് ഒന്നും മുറിയില്ല, അല്ല നമസ്കാരം അല്ല നോമ്പിനെ ബാധിക്കുകയില്ല എന്ന വിഷയത്തിൽ ആർക്കും തർക്കമല്ല. നമ്മൾ മനഃപൂർവ്വം ഛർദിക്കാതെ സ്വാഭാവികമായും ഛർദിച്ചാൽ അത് നോമ്പിനെ ഒരു നിലക്കും ബാധിക്കുകയില്ല എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്തെ ഏകാഭിപ്രായമുണ്ട്. അതേ സമയത്ത് നമ്മൾ വായിലൊക്കെ കൈയിട്ടുങ്ങാണ്ട് ഛർദിച്ചാൽ നോമ്പ് മുറിയോ ഇല്ലേ എന്നതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത് മനഃപൂർവ്വം ഛർദിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. അതിനൊരു ഹദീസ് ഉദ്ധരിക്കുന്നത് നബിയിൽ നിന്ന് നബി ഇങ്ങനെ പറഞ്ഞതായിട്ടാണ്. ആർക്കെങ്കിലും ഛർദി സ്വമേധയ ഉണ്ടായിപ്പോയി എന്നാൽ അത് അവനെ നോമ്പിനെ മുറിക്കുകയില്ല. വമൻ ഇസ്തഖാ, വല്ലവനും മനഃപൂർവ്വം ഛർദിച്ചാൽ തൊണ്ടയിലൊക്കെ കൈയിട്ട് ഛർദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ നോമ്പ് ഖളാ വിട്ടണം, നോമ്പ് മുറിഞ്ഞു എന്നാണ് ഒരു ഹദീസ്. ഇത് വളരെ വാറോലയായ ഹദീസാണ്. ഇമാം ബുഖാരിന്റെ പറഞ്ഞില്ല യസിഹ, ഈ ഹദീസ് ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിന്റെ സനദിൽ അബ്ദുല്ലാഹി ബിനു സഈദുൽ മഖ്ബരി എന്നൊരു വ്യക്തി ഉണ്ട്. അയാൾ നബിന്റെ പേരിൽ കള്ളൻ ഹദീസ് കെട്ടിണ്ടാക്കുന്ന ആളാണ്. അപ്പൊ സ്വയം ഛർദിക്കെ അല്ലെങ്കിൽ നമ്മൾ ഛർദിപ്പിക്കുക ചെയ്താൽ നോമ്പ് മുറിയും എന്നതിന് ഹദീസിലൊന്നും സ്ഥിരമായി വന്നിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് അടക്കമുള്ള അതുപോലെ തന്നെ പ്രഗത്ഭ സഹാബി വര്യന്മാരിൽ വലിയൊരു വിഭാഗം സഹാബി വര്യന്മാരും നിരുവാധികം തന്നെ എങ്ങനെ സ്വയം ഛർദിക്കട്ടെ അല്ലെങ്കിൽ ഛർദിപ്പിച്ചതാവട്ടെ നോമ്പ് മുറിയില്ല എന്നാണ്. എങ്കിലും നിങ്ങൾ സ്വയം വായിലൊക്കെ കൈയിട്ടിങ്ങാണ്ട് ഛർദിപ്പിക്കുകയാണെങ്കിൽ സൂക്ഷ്മതക്ക് നല്ലത് ഒരു നോമ്പ് പകരം നോച്ചു വീട്ടലാണ്. പക്ഷെ വീട്ടിയില്ല എന്നതുകൊണ്ട് അത് കുറ്റകരമാണെന്ന് പറയാൻ ഹദീസ് ഒന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്. ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിലാണ് ഏറ്റവും പ്രബലം. കാരണം നോമ്പ് മുറിയാം പുറത്തു നിന്ന് ഇങ്ങോട്ട് വായിലേക്ക് അകത്തേക്ക് പോണത് കൊണ്ടാണ്, അല്ല അകത്തുള്ളത് കൊണ്ട് പുറത്തു വരുന്നത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം മറക്കിരുന്നാൽ നോമ്പ് മുറിയണ്ടേ? ഒരാൾ മനഃപൂർവ്വം മറക്കിരുന്നാൽ നോമ്പ് മുറിയണം. അപ്പൊ മുറിയില്ലെങ്കിൽ മനഃപൂർവ്വം എന്താണ് ഛർദിച്ചാലും മുറിയില്ല എന്ന ഇമാം മാലിക് ഇമാമിന്റെ വാദത്തിനാണ് പിമ്പലം കാണുന്നത്. എങ്കിലും സൂക്ഷ്മത നിലക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഉഹില്ലലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നോമ്പിന്റെ രാത്രി സമയത്ത് ദാമ്പത്യ ബന്ധം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. കാരണം ഭാര്യ നിങ്ങൾക്ക് വസ്ത്രവും നിങ്ങൾ ഭാര്യയ്ക്ക് വസ്ത്രവുമാണ്. അതുകൊണ്ട് നോമ്പിന്റെ ഒരു ദീർഘകാലം, അതായത് ഒരു മാസം മുഴുവനും ദാമ്പത്യ ബന്ധത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. നബിന്റെ കാലത്ത് ചില സഹാബിമാർ ഉമർ അള്ളാഹു പോലുള്ള സഹാബിവര്യന്മാർ സ്വയം ഒരു ധാരണ ഉണ്ടായിനി അവർക്ക്. അതായത് നോമ്പിന്റെ രാത്രിയിൽ നമ്മൾ പെട്ടെന്ന് കടന്നുറങ്ങി, ഉറങ്ങിയ ശേഷം പിന്നെ നമ്മൾ പ്രഭാതത്തിന്റെ മുമ്പ് ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് എങ്കിൽ ദാമ്പത്യ ബന്ധം പാടില്ല, അത് നോമ്പിനെ ബാധിക്കും. എന്നിട്ട് പല സഹാബത്തിനും അത് അമളി പറ്റും ചെയ്യും. കാരണം പടച്ചോൻ പറയാത്ത നിയമം ഉണ്ടായാൽ അത് പരാജയപ്പെടുകയാണ്. അങ്ങനെ അവർ സ്വയം തീരുമാനിച്ചുണ്ടാക്കിയതാണ്, വിചാരണ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ അല്പം ഒന്ന് ഉറങ്ങിപ്പോയി ശേഷം എഴുന്നേറ്റാൽ ദാമ്പത്യ ബന്ധം പാടില്ല എന്നുള്ളത്. എന്നിട്ട് അവർക്ക് അമളി പറ്റുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. നിങ്ങൾ സ്വന്തം ശരീരത്തെ വഞ്ചനയിൽ പെടുത്തുന്നുണ്ട് എന്നത് പടച്ചോൻ അറിയാന്ന് പറഞ്ഞ് അതുകൊണ്ട് ഫല്ലാന ബാഷിറുഹുന്ന, അതുകൊണ്ട് നിങ്ങൾ ദാമ്പത്യ ബന്ധം സ്ഥാപിച്ചു കൊള്ളുക എന്ന് അള്ളാഹ് പറയാണ്. താപാലേക്കും നിയമങ്ങൾക്ക് ലഘൂകരിച്ച് തരികയാണ് പടച്ചോൻ ചെയ്യണത്. സാധാരണ തൗബ സ്വീകരിച്ചെന്നല്ല, നിയമം ലഘൂകരിച്ചെന്നാണ്. നിയമം ലഘൂകരിച്ച് തന്നതുകൊണ്ട് നിങ്ങൾക്ക് രാത്രിന്റെ അങ്ങനെ പ്രത്യേക നിയമമൊന്നുമില്ല, പ്രഭാതം വരെ ദാമ്പത്യ ബന്ധവും നിങ്ങൾക്ക് സ്ഥാപിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്. അതേ സമയത്ത് നബി ഒരു വിശദീകരണം നൽകി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാം പകൽ സമയത്ത് ദാമ്പത്യ ബന്ധം പാടില്ല. കാരണം അള്ളത്തരെ പറഞ്ഞിട്ടുള്ളൂ രാത്രി ദാമ്പത്യ ബന്ധത്തിനാവാന്ന് പറയുമ്പോൾ അതിന് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഗ്രഹിക്കാം പകൽ സമയത്ത് ദാമ്പത്യ ബന്ധം പാടില്ല എന്ന് ഖുർആൻ തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. എങ്കിലും റസൂൽ ഒരു വിശദീകരണം നൽകി. ഒരു അൻസാരി നോമ്പിന്റെ പകൽ സമയത്ത് തന്റെ ഭാര്യനൊന്ന് ചുംബിച്ച് പിന്നെ അദ്ദേഹത്തിന് വസ്വാസായി ഇത് നോമ്പിനെ ബാധിക്കും എന്നുള്ളത്. അങ്ങനെ ഭാര്യനെ തന്നെ നബിന്റെ അടുത്തേക്ക് വിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാനും. അപ്പൊ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഭർത്താവ് ചെയ്തത് നബിയോട് ചോദിച്ച്. അപ്പൊ നബി പറഞ്ഞ അതിന് വിരോധമൊന്നുമില്ല, പടച്ചോൻ അത് വിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യമാരോടും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഒരിക്കലും ഉറപ്പ് കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ഭാര്യമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു നബി അങ്ങനെ പ്രവർത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണ് വളരെ സന്തോഷത്തോടു കൂടി
ആ ഭർത്താവിന്റെ അടുത്ത് വന്ന് നമ്മൾ രക്ഷപ്പെട്ടോ, നബിയും ഭാര്യമാരും അങ്ങനെ പ്രവർത്തിക്കാറുണ്ട് എന്നാണ് നബി ഉത്തരം കിട്ടിയതെന്ന് പറഞ്ഞു. അതിൽ സഹാബി പറഞ്ഞു, നബി ആരാണ്? നബിക്ക് ചെറുതൊക്കെ പുറത്തു കൊടുത്തിക്കണല്ലോ, അപ്പൊ നബിക്ക് പലതും പ്രത്യേകമാക്കാറുണ്ട്, ഒന്നും കൂടി ചെന്ന് ചോദിച്ചു നോക്ക്, ഇത് നബിക്ക് മാത്രം പ്രത്യേകമായതാണോ? നബിന്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയാൽ നോമ്പിനെ ബാധിക്കൂല എന്നാണോ? അങ്ങനെ വീണ്ടും പെണ്ണിനെ പറഞ്ഞയച്ചു ഭാര്യയെ. വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ നബി കോപ്പിക്കാത്ത നബി വളരെയധികം കോപ്പിച്ച്, എന്നിട്ട് അവിടെ നിന്ന് ഇനി അത്കാക്കുമ്പില്ല അയിലമ്മക്കുമ്പി ഹുദൂദില്ല, നിങ്ങളെക്കാളൊക്കെ പടച്ചോനെ ഭയപ്പെടുന്നവൻ ഞാനാണ് കേട്ടോ, മതത്തിന്റെ നിയമങ്ങൾ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണ്ട, ഞാനാണ് മത നിയമങ്ങൾ ഹുദൂദുകളൊക്കെ, പടച്ചോന്റെ നിയമപരിധിയൊക്കെ ഞാനാണ് അറിയാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ ആട്ടാണ് നബി ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ സഹവാസമൊക്കെ സംഭവിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും മാനസികമായി വസ്വാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതൊന്നും ഇസ്ലാം മതം വിരോധിച്ച സംഗതികളിൽ പെട്ടതല്ല. ഇനി അതുപോലെ തന്നെ പലർക്കും ഒരു ധാരണ ഉണ്ട്, രാത്രി അങ്ങനെ ദാമ്പത്യ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ സുബീന്റെ ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷ് ആവണമെന്ന്. അതും ഇസ്ലാമിലില്ല. കുളിന്റെ വിഷയത്തിൽ സാധാരണ റംസാന്റെ മുമ്പ് എപ്പോഴാ കുളിച്ചത്, ഇനി റംസാൻ കഴിഞ്ഞാലെപ്പോഴാണ് നമ്മൾ കുളിക്കാറുള്ളത്, അതേ നിയമം തന്നെയാണുള്ളത്. അതായത് കുളിയും നിസ്കാരവുമായിട്ടാണ് ബന്ധം, കുളിയും നോമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നബിന്റെ ഭാര്യമാരും, ഇനി ഖുർആനിനെ നമുക്കത് പിടിച്ചെടുക്കാം. കാരണം അള്ളാഹ് ഇന്ന് വരെ നിങ്ങൾക്ക് ദാമ്പത്യ ബന്ധം ആവാന്ന് പറഞ്ഞ പ്രഭാതം വരെ എന്ന് പറഞ്ഞതാണ്. അപ്പൊ കുളി സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടാകുമല്ലോ. പക്ഷെ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നബിന്റെ ഭാര്യമാരെന്നെ ആയിഷ ബീവി, മൈമൂനി, ഉമ്മു സലമി എല്ലാം ഉദ്ധരിച്ച ഹദീസ്, കൊട്ടക്കണക്കിന് ഹദീസ് കാണാം. കുളിന്റെ വിഷയത്തിൽ കൂട്ടരെ വ്യത്യാസമല്ല. നബിയും ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ ഉറങ്ങിപ്പോന്റെ ഇടക്കൊന്ന് ഉറങ്ങും, എന്നിട്ട് പിന്നെ ബാങ്ക് ഇട്ടിട്ട് എണീക്കുക, എന്നിട്ട് പിന്നെ കുളിച്ചെന്ത് ചെയ്യും, നോമ്പോൽക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി നിങ്ങൾ 8 മണിക്കാണ് എണീറ്റെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടായിരുന്നു. എന്നാലും നിസ്കാരം കള്ളാ വീട്ടീന് അള്ളഹാനോട് മറുപടി പറയുന്നല്ലാതെ നോമ്പിനെ ഒരു നിലക്കും എന്ത് ചെയ്യൂല, അത് ബാധിക്കണ പ്രശ്നമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇതൊന്നും നമ്മൾ വർജിക്കേണ്ട ഇതല്ല. പല ആളുകളും ഇതൊക്കെ വർജിക്കണ സ്വഭാവം കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അവസാനം പരാജയപ്പെടുക ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ പ്രധാനമായി വർജിക്കേണ്ടത് റസൂലുള്ളാഹി റുബ്ബ സായിമീൻ ലൈസ ലഹു മിന സിയാമി ഇല്ലൽ ജൂഉ വൽ അത്ശ്. എത്ര നോമ്പ് വെച്ച ആണും പെണ്ണുമാണുള്ളത്, അവർക്ക് നോമ്പ് കൊണ്ട് കിട്ടിയ നേട്ടം എന്താ? കുറെ വിശപ്പ് സഹിക്കേണ്ടി വന്ന്, അതുപോലെ തന്നെ ദാഹം സഹിക്കേണ്ടി വന്നു. അതിന് കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ വേണ്ടാത്ത ഏഷണി പരദൂഷണമൊക്കെ പറഞ്ഞ്, നുണ പറഞ്ഞ്, കളവ് പറഞ്ഞ്, അതുപോലെ അനാവശ്യങ്ങൾ പ്രവർത്തിച്ച് എന്നാണ് റസൂല കാരണം പറഞ്ഞത്. പ്രഗൽഭ സഹാബിയായ ജാബിർ റളിയല്ലാഹു അദ്ദേഹം പറയുകയാണ്, ഇതാ സുംത, നീ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഫൽയസും, നീ നോമ്പ് പിടിക്കണം, സംഒക, നിന്റെ ചെവി നോമ്പ് പിടിക്കണം, വ ബസറുക, നിന്റെ കണ്ണും എന്റെ കൂടെ നോമ്പ് നോൽക്കണം, അതുപോലെ വലിസാനുക, നിന്റെ നാവും നിന്റെ കൂടെ എന്താണ് നോമ്പ് പിടിക്കണം. എന്നിട്ട് അദ്ദേഹം ഒന്നും കൂടി വിശദീകരിച്ച്, അനിൽ കെദിബി, നുണ പറയല്, അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്യല്, സാമ്പത്തിക അഴിമതിയൊക്കെ ചെയ്യല്, ഇതൊക്കെ തന്നെ നീ ഉപേക്ഷിക്കത്ത. അതിൽ ഹാദിമി, വേലക്കാരനെ ചീത്ത അറിയാം, വേലക്കാരനെ തല്ല, ഇത്തരം ഏർപ്പാടുകൾ വരെ, വേലക്കാരനെ ഉപദ്രവിക്കൽ വരെ നീ നോമ്പ് കാലത്ത് വർജിക്കണം എന്ന് അദ്ദേഹം ജാബിർ പറഞ്ഞതും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതേ അഭിപ്രായം ഖലീഫ ഉമറും ഖലീഫ അലി അള്ളാഹു നിന്നൊക്കെ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം കാര്യമാണ്, ഇതാണ് നമ്മൾ കാര്യമായിട്ട് വർജിക്കേണ്ടത്. അതേ സമയത്ത് ഞാൻ നിങ്ങളെ സൂചന നൽകിയതുപോലെ തന്നെ നബിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ച അനസുല്ലാഹ് പറയാണ്, ഇന്നലി അബ്ദന്റെ വീട്ടിലൊരു കുളമുണ്ട്, ആ കുളത്തിൽ നോമ്പ് നോച്ചിങ്ങാണ്ട് ഞാൻ മുങ്ങിക്കുളിക്കാറുണ്ട് എന്നാ. ഇനി പ്രത്യേകിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണം ഉണ്ടാവുമ്പം, ക്ഷീണം കുറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നബി തലയിൽ കൂടെ മുച്ചട്ടിയരിപ്പ് പോലെ, നമ്മളെ ഷവർ പോലുള്ളത്, തലയിൽ കൂടെ ഇങ്ങനെ വെള്ളം ധാരയായിട്ട് ഒഴുക്കാറുണ്ട് എന്നാ. പ്രത്യേക നബി കുളിച്ചു എന്നാണ്. അപ്പം ക്ഷീണം ഒന്ന് കുറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കുളിക്കാം. കാരണം നമ്മൾ തെറ്റിദ്ധരിച്ച ക്ഷീണം അധികം ഉണ്ടാവുമ്പോൾ പടച്ചോന നല്ല തൃപ്തി ഉണ്ടാവും, അപ്പൊ കൂലി കൂടുതൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ച ആളുകൾ നോമ്പ് കാലത്ത് ഒന്ന് തട്ടിപ്പറഞ്ഞ് കാക്ക കുളിക്കണ മാതിരി കുളിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിനൊന്നും ആവശ്യമില്ല. പ്രവാചകൻ പ്രത്യേകം ക്ഷീണത്തിന് ഒരു കുറവുണ്ടാവാൻ വേണ്ടി തലയിലൂടെ തണുത്ത വെള്ളം ഒഴിക്കാറുണ്ട്, കുളിക്കാറുണ്ട് എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ അബ്ദുല്ലാഹി ബിൻ ഉമർ വളരെയധികം സൂക്ഷ്മതയുള്ള സഹാബിയാണ്. അദ്ദേഹം വളരെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് വസ്ത്രം നനച്ചിട്ട് ശരീരത്തിലൊക്കെ ഇടാറുണ്ട്, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നിർവഹിക്കാം, കുളിക്കാം. അത് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ഒന്ന് ആശ്വാസം കിട്ടണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്യാം. പടച്ചോൻ അതിന് നമുക്ക് ഇളവ് നൽകിയതാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുർമ ഇടുന്നത് ഒരിക്കലും വിരോധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത്തറ് പൂശല്, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ട് അത്തറ് പൂശിയതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും.
അതുപോലെ തലയിൽ എണ്ണടൽ അതൊക്കെ നല്ലതാണ് എന്നാണ് ഇബ്നു ഹസം പറഞ്ഞത്. കാരണം തലയിൽ നല്ല എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അത്തർ പൂശല് ഒരു ദുർബല ഹദീസിൽ വരെ വന്നിട്ടില്ല സ്നേഹിതന്മാര്. കാരണം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തായ കാര്യമാണ്. അപ്പൊ റംസാൻ മാസകാലത്ത് ആ സുന്നത്ത് ഒന്ന് പ്രബലമാകുക എന്നല്ലാതെ ഒരിക്കലും സുന്നത്ത് നോമ്പ് നോറ്റാൽ അത് ഹജ്ജിലാണ്. ഹജ്ജിന് നമ്മൾ ഹിറാൻ കെട്ടിയാൽ, ഉംറക്ക് ഹിറാൻ കെട്ടിയാൽ ജംറത്ത് ഉംറ വിരമിക്കുന്ന വരേക്കും ഹജ്ജിന് നമ്മൾ ഹിറാൻ കെട്ടി കഴിഞ്ഞാൽ ജംറത്തുൽ അഖബ 10ന്റെ അന്ന് ജംറത്തുൽ അഖബക്ക് നമ്മൾ കല്ലെറിയുന്ന വരേക്കും ഈ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട, ഹജ്ജിന് ഹിറാൻ കെട്ടിയാൽ അതുമായി ബന്ധപ്പെട്ടതാണ്, നോമ്പുമായി ഒരു നിലക്കും അത് ബന്ധപ്പെട്ടതല്ല. പക്ഷെ ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞതിൽ കുറച്ച് വിശദീകരിച്ച് ഖൈറു ഖിസാലി സായിമി സിവാക്ക് എന്ന ഹദീസ് കാണാം. നോമ്പ് നോച്ച ആണും പെണ്ണും ചെയ്യുന്ന നല്ല കാര്യത്തെപ്പെട്ടതാണ് സിവാക്ക്, മിസ്വാക്ക് ചെയ്യൽ എന്നുള്ളത്. അപ്പൊ പല്ല് തേക്കണീന് യാതൊരു വിരോധമില്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവലിലും അവസാനം മഗ്‌രിബിന്റെ വാങ്ക് കൊടുക്കാനാണ് സമയത്ത് ആഖിറിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം തന്നെ അനസ് എന്ന് ഉദ്ധരിക്കാണ്, പ്രഗൽഭ സഹാബിയായ അദ്ദേഹം നോമ്പിന്റെ അവസാന സമയത്തും പല്ല് തേച്ചിരുന്ന. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചതെന്താ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കാൻ പാടില്ല എന്നുള്ളത്. അതിനൊരു ഹദീസും നബിവാചനവും ഇല്ല. പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. നബിവാന നോമ്പ് നോറ്റാൽ നിങ്ങൾ സണ്ടക്ക് പോകരുത്, നിങ്ങൾ ആരും കലഹിക്കാൻ വന്നാൽ ഇന്നീ സായിം എന്ന് പറയാം. എന്നിട്ട് റസൂലുള്ളാഹി ഖലൂഫു വമി സായിമി അത്യബു മിൻദല്ലാഹി മിൻ റീഇൽ മിസ്കി എന്ന് പറഞ്ഞു. നോമ്പ് നോറ്റവന്റെ ആ വാസന, വായന്റെ വാസന കസ്തൂരി പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ പല്ലിയേക്കാതെ നാച്ചിക്കണം എന്നല്ല. കാരണം എനിക്കെന്നെ അനുഭവം, ഒരിക്കൽ ഞാൻ കണ്ണൂർ പരിപാടി കഴിഞ്ഞ് പോരുകയാണ്. എൻ്റെ അടുത്ത് ഒരു തലീകെട്ടുണ്ട്, അത് മൂല്യാരാണല്ലേ എനിക്കറിയാം, തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അയാളിങ്ങനെ അലക്ഷ്യമായിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി കൊട്ടുവായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്ലാമിൽ മര്യാദയല്ലേ കൊട്ടുവായിടുമ്പം ഈ വായ പൊത്താൻ പറഞ്ഞിട്ടില്ല ചോദിച്ചപ്പം മൂപ്പര് ഉടനെ ഹദീസ് നബി പറഞ്ഞിട്ടില്ലേ നോമ്പോറ്റോന്റെ വായന്റെ നാറ്റം അത് അള്ളാഹ്ക്ക് കസ്തൂരിയാണെന്ന്. ഞാൻ പറഞ്ഞത് അള്ളാഹ്ക്കല്ല, ഞാനും അല്ലല്ലോ, ഞാൻ പടച്ചോനല്ലല്ലോ. ഏറിയാൽ അത് അങ്ങനെ ബാഹ്യം പിടിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹ്ക്കാണ് കസ്തൂരി എന്നാണ്, ഞാൻ പടച്ചോനല്ല ഇരിക്കണത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ഫത്തുൽ ബാരിലൊക്കെ തന്നെ പറഞ്ഞത് അത് അത്തർ കുപ്പി നമ്മൾ തുറന്നാൽ നല്ല സുഗന്ധമല്ല ഉണ്ടാകുക, അതുപോലെ നല്ല വർത്താനം ആണും പെണ്ണും പറയുള്ളൂ എന്നാ. ഇനി അങ്ങനെയല്ല, ലാഹിർ പിടിച്ചാൽ തന്നെ ഇബ്നു അസ്കലാനി ഫത്തുൽ ബാരി പറഞ്ഞു, അതായത് നോമ്പ് നോറ്റി എന്ന കാരണത്താൽ ചിലപ്പോൾ വായ്ക്ക് നാറ്റുണ്ടാവും. അത് സ്വാഭാവികമാണ്, നോറ്റെന്ന കാരണത്തല്ല. അത് പടച്ചോന് അതുകൊണ്ട് വെറുപ്പില്ല, അത് വിചാരിച്ചു കാണുക നോമ്പ് വിൽക്കാതിരിക്കണ്ട, കാരണം എൻ്റെ നോമ്പ് പിടിച്ചാൽ എൻ്റെ വായ്ക്ക് നാറ്റുണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ പല്ല് തേക്കാതെ ഉണ്ടാക്കണ നാറ്റല്ല, നേരെ മറിച്ച് സ്വാഭാവികമായി നോമ്പ് കാരണത്താൽ ഉണ്ടായ നാറ്റാണെങ്കിൽ പടച്ചോൻ അതിന് വിരോധമല്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അതൊന്നും വർജിക്കേണ്ട കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ രോഗിയാണ്, ഡോക്ടർ പറയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ നോമ്പ് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം, അതുകൊണ്ട് നോമ്പ് ബാധിക്കൂല. അതുപോലെ കണ്ണിൽ മരുന്നുറ്റിക്കാം, മൂക്കിൽ മരുന്നുറ്റിക്കാം, ഇതൊക്കെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതാണ്. അത് ഒന്നും നോമ്പ് മുറിക്കലല്ല. അതേ സമയത്ത് നമ്മൾ കാര്യമായി ഞാൻ നബി വിശദീകരിച്ച മാതിരി പരമാവധി ഏത് സമയത്തും നമ്മൾ തെറ്റുകൾ വർജിക്കണം. പക്ഷേ നോമ്പിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ വിശദീകരിച്ച് തെറ്റിനെ വർജിക്കാനുള്ളൊരു പരിശീലനം കിട്ടലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, തെറ്റുകളൊക്കെ അതൊക്കെ നമ്മൾ പരമാവധി ഉപേക്ഷിക്കാതാക്കുക. പരദൂഷണം പറയലും ഏഷണി വരുന്നുണ്ടോ നമ്മൾ നോക്കുക. അതാണ് കാര്യമായി ചെയ്യേണ്ടത്. എങ്കിലേ നോമ്പിന്റെ ഉദ്ദേശം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുക ഉള്ള മഹത്തായ ഭാഗ്യം പടച്ചവൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടൊന്ന പോലെ പ്രിയം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ ഇടയ്ക്ക് പുട്ടിൽ തേങ്ങണ്ണ മാതിരി അള്ള തൗഹീദിന്റെ ഒരു ആയത്ത് കൊണ്ടുപോയി വെച്ചേക്കാണ്. അള്ള പറഞ്ഞ വൈദാ സഅലക ഇബാദി അന്നി ഫൈനി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി ഫൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ.
എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അങ്ങനെ രാജാക്കന്മാരെ മാതിരിയൊന്നും അകന്നതല്ല, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്തതാണ്. അതുകൊണ്ട് വിളിച്ചു തേടുന്നവൻ എന്നെ വിളിച്ചു തേടട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്ന അറിഞ്ഞു. അവ സ്നേഹിതന്മാരെ, നമ്മൾ എന്ത് വ്യവസ്ഥ പാലിച്ചിട്ടും വരല്ല, ശിർക്ക്പരമായ വിശ്വാസം നമ്മളിൽ കർമ്മം വന്നുപോയ റംസാൻ മാസം മുഴുവൻ എന്താണ് നശിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമുദായം മനഃപൂർവ്വം ഈ റംസാൻ മാസത്തിന്റെ ആ പ്രാധാന്യം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബദിരീങ്ങളെ ആണ്ട് എന്ന ഏർപ്പാട് 17 അന്ന് 313 പത്തിരി ചുട്ടുങ്ങാണ്ട് ഈ ബദിരീങ്ങളെ ആണ്ട് ആഘോഷിക്കുകയാണ്. അത് ശിർക്ക്പരമായൊരു വിദഗ്ധാണ്. കാരണം ബദിരീങ്ങളിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചും കൊണ്ടാണ് നമ്മൾ ഈ ആണ്ട് കഴിക്കുന്നത്. നേരത്തെ ഉമ്മാന്റെയും ബാപ്പാന്റെ ഒക്കെ ആണ്ട് കഴിച്ചാണെങ്കിൽ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും അദൃശ്യത്തിലൂടെ നന്മ പ്രതീക്ഷിക്കണില്ല. അതേ സമയത്ത് ബദിരീങ്ങൾ വലിയ ശുഹദാക്കളാണ്. അപ്പൊ അവരെ പേരിൽ ആണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഗുണം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പൊ ശിർക്ക്പരമായ വിദഗ്ധാണ് സുഹൃത്തുക്കളെ. ബദറിന്റെ സന്ദേശം എന്താണ്? ഒന്നാമത്തെ തൗഹീദാണ്. കാരണം മുസ്ലിങ്ങൾ ഒരിക്കലൊരു യുദ്ധം പ്രതീക്ഷിച്ചു പോയതല്ല. പലക്കത് നസറക്കുമുല്ലാഹു ബി ബദരി വാന്തും അതില്ല എന്നാണ്. നിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. വെട്ടാൻ പറ്റിയ 6 വാളാണ്, 2 കുതിരയാണ്. ശത്രുക്കളെ 1000 കണക്കിന് ഉണ്ട്. എല്ലാവരും വാളുണ്ട്, പടയങ്കി ഉണ്ട്. പടയങ്കി 8 പടയങ്കി ഉള്ളൂ മുസ്ലിങ്ങൾക്ക്. ശത്രുക്കൾ 1000 കണക്കിന് ശത്രുക്കൾ പടയങ്കി ധരിച്ചവരാണ്. എന്നിട്ടും സ്നേഹിതന്മാരെ, നമ്മൾ 313 പേരുണ്ടായിട്ടും അവർ 1000-ലധികം ഉണ്ടായിട്ടും നമ്മൾ വിജയിക്കാനുള്ള കാരണം എന്താ? അള്ള പറയാം, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലാഹിക്കത്തി മുർദിഫീന. പഠിച്ച നബി ഇങ്ങോട്ട് കൈ ഉയർത്തി നിന്ന്, സഹാബത്തും പിന്നിൽ നിന്ന്, എന്നിട്ട് അള്ളഹാനോട് ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ച്, പഠിച്ചവനെ ന്യൂനപക്ഷം ഇവിടെ വസിച്ചാൽ നിന്നെ മാത്രം വിളിച്ചു തേടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവില്ല. ഇസ്ലാഹി പ്രസ്ഥാനവും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് സ്നേഹിതന്മാരെ. കാരണം നമ്മളിവിടെ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ പഠിച്ചവനെ വിളിക്കുന്ന ഒരു സ്വഭാവം ജനങ്ങളിൽ നിന്ന് പോകുമായിരുന്നു. പക്ഷെ കുറെ ആളുകളെങ്കിലും ബസ് അപകടഘട്ടത്തിലൊക്കെ അള്ളാനെ മാത്രം വിളിക്കുകയാണ്. അപ്പം നബിയും സഹാബത്തും അള്ളാനെ വിളിച്ച് ഇസ്തിയാസ തേടി, അപ്പൊ അള്ളാഹ് മലക്കുകളെ വരെ ഇറക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് വിജയം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആരെയാണ്? നമ്മൾ ബദിരീങ്ങളെ വിളിച്ച് ഇസ്തിയാസ ചെയ്യാം. ഖുർആൻ പറഞ്ഞത് ബദിരീങ്ങൾ വരെ അള്ളാഹിനോട് സഹായം തേടിയിരുന്ന. അപ്പൊ തൗഹീദിന്റെ ഏറ്റവും ബദറിന്റെ ഏറ്റവും വലിയ സന്ദേശം, അതായത് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യന്റെ കഴിവിന് അതീതമായ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പെടും. അങ്ങനെയൊക്കെ പെടുന്ന സമയത്ത് ബസ് ഡ്രൈവർ പറയും, ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ട് എന്റെ നിയന്ത്രണം വിട്ട് എന്നറിയും. ഡോക്ടർ പറയും, രോഗി ഞങ്ങളെ പിടുത്തത്തുനിന്ന് വിട്ടുക്കിണട്ടോ എന്ന് പറയും. ആ സമയത്ത് സ്നേഹിതന്മാരെ ജിന്നിനെയും മലക്കിനെയും മരിച്ചോലും ആരെയും വിളിച്ച് തേടാൻ പാടില്ല. പടച്ചവനെ മാത്രമേ വിളിച്ച് ഇസ്തിയാസ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് തൗഹീദിൻ്റെത്. ആ തൗഹീദിൻ്റെത് കൊണ്ടാണ് വിജയം കിട്ടിയത്. ഇന്ന് മുസ്ലിങ്ങൾക്ക് എന്തിനാ സ്നേഹിതന്മാരെ കുറവ്? 10-40 രാഷ്ട്രങ്ങൾ നമ്മളില്ലേ? നമ്മുടെ പെട്രോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ബ്രിട്ടനിലും അമേരിക്കയിലും പൽചക്രങ്ങൾ കറങ്ങാതെ നടക്കേണ്ടി വരൂലേ? സ്വർണ്ണമൊക്കെ നമ്മളെ കാലിന്റെ ചോട്ടിലല്ലേ പെട്രോള്? എത്രയോ മലകൾ അങ്ങനെ തന്നെ എപ്പോഴും കിടക്കുകയാണ്. എന്നിട്ടും തുപ്പിയാൽ, നമ്മളൊക്കെ മുസ്ലിങ്ങൾ തുപ്പിയാൽ ആ തുപ്പൽ ഒഴുകിപ്പോകാൻ മാത്രമേ ജൂതന്മാരുള്ളൂ. ആ ജൂതന്മാർക്ക് അടിയറ വെച്ച് നമ്മൾ ജീവിക്കല്ലേ എപ്പോഴും നമ്മൾ ചെയ്യണത്. അറഫാത്തൊക്കെ എത്ര കൊല്ലം ശ്രമിച്ച് അങ്ങനെ വിജയം നേടിയെടുക്കാൻ സാധിക്കാതെ അദ്ദേഹം ദുഃഖിതനായി മരിച്ചു പോവുകയാണ്. എന്തേ നമുക്ക് അംഗസംഖ്യ ചിലർ ഐക്യല്ല എന്ന് അറിയാം. ഐക്യമില്ലായ്മ കാരണം തന്നെയാണ്. പക്ഷെ പ്രധാന വിഷയം ഖുർആൻ പറഞ്ഞത് എന്താ? ഖുർആൻ നമുക്ക് കിട്ടുന്ന നമ്മൾക്ക് ഏകദൈവ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അതാണ് പരാജയ കാരണം. രണ്ടാമത്തെ ബദറിൽ പ്രവാചകനെ ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞു. അത് 1000 കണക്കിന് ശത്രുക്കളുടെ കണ്ണിലായി. ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പം ഫമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. നബിയെ, നീ എറിഞ്ഞപ്പം നീയല്ല എറിഞ്ഞത്, ഞാനാണ് എറിഞ്ഞത്. വലിയൊരു തത്വമാണ് സ്നേഹിതരെ. ബദറിന്റെ തത്വം എന്താണ്? മുയിസത്തും കറാമത്തും. അത് ഔലിയാക്കളും നബിമാരും ചെയ്യുന്നതല്ല. അതുകൊണ്ടല്ല ആദ്യം പറഞ്ഞത് വമാ റമൈത ഇത് റമൈ, നീ എറിഞ്ഞു എന്നും പറഞ്ഞ് എറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ജലാലിയെ അടുക്കുള്ള മുഫസ്സിരിങ്ങൾ മുഴുവൻ പറഞ്ഞത് ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞത് നബി തന്നെയാണ്. അതിൽ മുയ്യത്ത് അമാനുഷതല്ലോ. പക്ഷേ ഈ ശത്രുക്കളെ കണ്ണിൽ മുഴുവൻ ആക്കിയത് ആരാണ്? അത് പടച്ചോൻ ചെയ്തതാണ്. മൂസാ നബി ബടിയിടാണ്, പാമ്പാക്കണത്, സർപ്പമാക്കണത് പടച്ചോനാ. അപ്പൊ മുയ്യത്തും കറാമത്തും ഔലിയാക്കൾ ചെയ്യുന്നതല്ല, അതൊക്കെ അള്ള ചെയ്യുന്നതാണ്. അവരുദ്ദേശിക്കുമ്പം അവർക്ക് ചെയ്യാനും സാധ്യമല്ല. അപ്പൊ മുയ്യത്തും കറാമത്തും അത് നബിമാരും ഔലിയാക്കളും ചെയ്യുന്നതല്ല എന്നതാണ് ബദറിന്റെ തത്വം. പിന്നെ ബദറിന്റെ ഏറ്റവും വലിയൊരു തത്വം നീതിയാണ് സ്നേഹിതന്മാര്. മുസ്ലിങ്ങളായ നമ്മൾ വിജയിച്ച് ശത്രുക്കളെ ചെറപിടിച്ച്, ആ ചെറപിടിച്ച കൂട്ടത്തിൽ ബന്ദിയായ പിടിച്ച കൂട്ടത്തിൽ നബിന്റെ മോള് സൈനബ്, ആദ്യത്തെ മോളാണ് സൈനബു. സൈനബിന്റെ ഭർത്താവ് അബുലാസി എന്നറിയും. അദ്ദേഹം കാഫിറാണ്, സത്യനിഷേധി. അദ്ദേഹത്തിന് യുദ്ധത്തിൽ ബദറിൽ ചെറപിടിച്ച്
അപ്പൊ നബ്സ്ലാസ് എന്ത് ചെയ്ത് ഇങ്ങനെ സാമ്പത്തിക ശേഷിയില്ലോലെ ദണ്ഡം വാങ്ങി പ്രായച്ചിത്തം വാങ്ങി വിട്ട്. അങ്ങനെ വിടുന്നത് അബുലാസിന്റെ ഭാര്യ നബിന്റെ മോള് സൈനബു അറിഞ്ഞ് ഉപ്പ ഇങ്ങനെ പ്രായച്ചിത്തം വാങ്ങിയിട്ട് ബന്ദികളെ വിടുന്നുണ്ട്. അപ്പം സൈനബുവിന്റെ അടുത്ത് കാശില്ല, ഒരു മാനുണ്ടായി. അത് നബി അല്ല സൈനബുവിനെ അബുൽഹസി കെട്ടിയ വിവാഹം ചെയ്ത അവസരത്തിൽ ഖദീജ ബിബി കൊടുത്ത മാലയാണ്. ഈ മാല കൊടുത്തയച്ച് ഇത് നബി കണ്ടപ്പം നബിക്ക് വളരെയധികം വികാരം പിടികൂടി. ഖദീജ ബിബിനെ കുറിച്ചുള്ള ഓർമ്മ, തന്റെ മോള് സൈനബക്ക് അബുലാസിനോടുള്ള സ്നേഹം, ഇതൊക്കെ കണ്ട് നബിക്കത് സ്വീകരിക്കാൻ വലിയ പ്രയാസം. കാരണം ഖദീജ ബിബി കൊടുത്ത മാലയാണ്, മോൾക്ക് കൊടുത്തതാണ്, അത് കൊടുത്തയച്ചേക്കാണ് ഭർത്താവിനെ മോചിപ്പിക്കാൻ. അപ്പൊ ഈ പ്രയാസം കണ്ടപ്പം സഹാബത്ത് പറഞ്ഞ് നബി നീതിമാനല്ലേ, നബി ഒരിക്കലും ഇത് സ്വീകരിക്കാതെ അബുലാസിനെ വിടൂല എന്ന് അറിഞ്ഞു നബി. പക്ഷേ സഹാബത്ത് പറഞ്ഞ നബിയെ ഒരിക്കലും നിങ്ങളത് വാങ്ങാൻ പാടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നബ്സ്ലാസ് എന്താണ് ഈ പ്രായച്ചിത്തം വാങ്ങാതെ മരുമകൻ അബുലാസിനെ വിടുകയാണ് ചെയ്തത്. അപ്പൊ നോക്കി ബദറിന്റെ സന്ദേശം എന്ന് പറഞ്ഞ നീതിന്റെ സന്ദേശം. അതുപോലെ നബി സൊഫ് വരി നേരെയാക്കണം. അപ്പൊ ഒരു സഹാബി ഇങ്ങനെ അണിയിൽ നിന്ന് പള്ള ഉന്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നബ്സ്ലാസ്ലമിന്റെ കയ്യിലൊരു വടി ഉണ്ടായിനി. ആ വടി കൊണ്ട് എന്താണ് പതുക്കെ ഒന്ന് വയറൊന്ന് കൊടുത്ത് നേരെയാക്കാൻ പറഞ്ഞു. അതിൽ ഈ സഹാബി ഉടനെ പറഞ്ഞ ഔജാത്തനി യാ റസൂലല്ലാഹ്, പ്രവാചകരെ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടോ എന്നറിഞ്ഞു. നീതിമാനായ നബി എന്ത് ചെയ്തെന്നറിയാം നിങ്ങൾ? ആ വടി ആ സഹാബിന്റെ കൈ കൊടുത്തിട്ട് എന്റെ വയറിങ്ങനെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് കുത്തുന്ന് അറിഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് നബിനായിട്ട് കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ എങ്ങനെ പക വീട്ടുവോ? ഞാൻ മരിച്ചാനാണ് യുദ്ധക്കളത്തിൽ വന്നത്, വഴി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. എന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ ശരീരവുമായി ഒന്ന് ആലിംഗനം ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാൻ നിർവഹിച്ച് നബിയെ എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പൊ നോക്കി ബദറിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നീതിന്റെ സന്ദേശമാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു വൈദ് യഅദികുമുല്ലാഹു ഹിദ തായിഫത്തൈനി. കാരണം മുസ്ലിങ്ങൾ പിന്നീട് വിശദീകരിക്കാം, മുസ്ലിങ്ങൾ മോഷ്ടിക്കാൻ പോയതല്ല, ഒരു സാമ്പത്തിക ഉപരോധത്തിന് പോയതാണ്. അങ്ങനെ അബൂ സുഫിയാൻ നല്ല ബുദ്ധിയുള്ളവനല്ലേ, ഓനിത് മനസ്സിലാക്കി വേഗം മക്കയിലേക്ക് കഴിച്ചിലായി. എങ്കിലും അബൂജഹലും കൂട്ടർക്കും കിബിർ തന്നെ, മുഹമ്മദ് നമ്മളങ്ങനെ പ്രതിരോധിക്കാതായോ? അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ലധികം സൈന്യങ്ങൾ വരികയാണ്. അപ്പം പടച്ചം നബിനോട് വഹി ഇറങ്ങിയിട്ട് നബി സഹാബത്തിനോട് ചോദിച്ച്, അള്ളാഹ് ഇത് വ്യാധിക്കുമ്പോൾ അള്ളാഹ് കരാറ് ചെയ്ത് ഈ തായിഫത്തൈനി അന്നഹാലൊക്കെ ഇതിൽ ഏതാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ ഉദ്ദേശിക്കുന്നത്? അബൂ സുഫിയാനുന്റെ ആ കച്ചവട സംഘവുമായിട്ടാണോ, അതല്ല അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന 1000-ലധികം പട്ടാളക്കാരുമായിട്ടാണോ ഏറ്റുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണോ ചോദിച്ചു. അതിൽ സഹാബത്ത് മുഴുവനും ഷൗക്കത്തിലക്കും ഈ അബൂ സുഫിയാനുമായി ഏറ്റുമുട്ടാനാണ് അവരാഗ്രഹിച്ചത്. കാരണം അവര് ആയുധമൊന്നുമില്ല, പിന്നെ നല്ല പൈസയും ധനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുമായി ചെറിയ പാർട്ടിയുമായി ഏറ്റുമുട്ടാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ച്. പക്ഷെ പടച്ചോനൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ നിലക്ക് പടച്ചങ്ങൾ വലിയ സൈന്യവുമായി തന്നെ ഏറ്റുമുട്ടണമെന്ന് വെച്ച്. അപ്പൊ ബദറിലെ സന്ദേശം എന്താ സ്നേഹിതന്മാരെ, ഇപ്പൊ നമുക്ക് പനി പിടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ പനി പിടിച്ചുമ്പോൾ നമ്മൾ നാട്ടിലെ ഡോക്ടറെ വരെ കാണൂല, അത് വേഗം മാറട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പനി മാറൂല. അവസാനം നമ്മൾ നാട്ടിലെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങും. അങ്ങനെ മരുന്ന് വാങ്ങുമ്പോൾ അതുകൊണ്ട് മാറണം നമ്മൾ വിചാരിക്കുക, പക്ഷെ മാറൂല. അവസാനം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി വലിയ ലക്ഷങ്ങൾക്ക് ഓപ്പറേഷന് വിധേയമാകേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പഠിച്ച എന്തെപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ചുളിവിലൂടെ കഴിച്ചിലാവാൻ ആഗ്രഹിക്കും, പക്ഷെ അങ്ങനെ കഴിച്ചിലാവൂല. അപ്പൊ നിങ്ങൾ നാട്ടിലെ ഡോക്ടറെ വരെ കാണാതെ സോക്കേട് മാറണമെന്ന് വിചാരിച്ച നിങ്ങൾ ചിലപ്പോൾ മിംസിലൊക്കെ പോയി ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ഒരിക്കലും നിരാശപ്പെടരുത്. പടച്ചോന് അതിൻ്റെ ഉള്ളിൽ തത്വം ഉണ്ടാവും, നമ്മൾ കാണാത്തൊരു തത്വം ഉണ്ടാവും. മനുഷ്യരെ നമ്മൾ വലിയ പ്രയാസമില്ലാതെ രക്ഷപ്പെടാനാണ് വിചാരിക്കുക, പക്ഷെ പലപ്പോഴും അത് നടന്നോണമെന്നില്ല. ചെറിയൊരു കേസ് കൊണ്ട് നമ്മൾ മാറണമെന്ന് വിചാരിച്ചത് പ്രശ്നം മാറിക്കൊള്ളുന്നില്ല. ബദറിന്റെ ഒരു പ്രധാന സന്ദേശം ഇതാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പലപ്പോഴും പടച്ചോല്ല വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് പുഴുക്കുത്തുണ്ടാണത്, ജീർണത ഉണ്ടാണത് ഈ ബദറിന്റെ ഈ സന്ദേശം മനസ്സിലാക്കിയാൽ മതി. പിന്നെയുള്ള സ്നേഹിതന്മാരെ, ബദറിന്റെ സന്ദേശം എന്നാണ് അറിവിന്റെ സന്ദേശമാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പൈസ ഇല്ലാത്തൊരു എഴുത്ത് അറിയുന്നവരോട് പറഞ്ഞ്, ബന്ദിയായി പിടിച്ചവരോട് മുശ്രിക്കന്മാർ പറഞ്ഞ്, നിങ്ങൾ എഴുത്ത് അറിയുന്നവരാണെങ്കിൽ 10 മുസ്ലിം കുട്ടികൾക്ക് എന്താണ് എഴുത്ത് പഠിപ്പിക്കുക. അങ്ങനെ 10 മുസ്ലിം കുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലും മുസ്ലിങ്ങൾ ബദറിൽ ബന്ദിയായി പിടിച്ചവരെ ഒഴിവാക്കുകയാണ്. അപ്പൊ സാക്ഷരതന്റെ സന്ദേശമാണ് സുഹൃത്തുക്കളെ ഏറ്റവും ബദറിന്റെ സന്ദേശം എന്ന് പറഞ്ഞത്. അതായത് വിദ്യാഭ്യാസത്തിന്, എഴുത്തിന്, സാക്ഷരതയ്ക്ക് എത്ര സ്ഥാനം നൽകാം
ആ സ്ഥാനമാണ്. പിന്നീട് അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധം നമുക്ക് നടത്താം. കാരണം അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ നമ്മളെ വല്ലാതെ കുതിര കയറുമ്പം നമുക്ക് ഓലെ ആയുധത്തിലൂടെ ആക്രമിക്കാൻ സാധിച്ചോണമെന്നില്ല. അപ്പൊ നമ്മൾ ഇതേപോലെ ചരക്കുകളൊക്കെ ഉപേക്ഷിക്കുക. കാരണം മുസ്ലിങ്ങൾ അങ്ങനെയാണ്, സ്വത്ത് മുഴുവനും മക്കയിലിട്ട് പോയി, ഒന്നും കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. സുഹൃത്തുക്കൾ ആദർശമായിട്ട് പോയിക്കൊള്ളിന്നാണ്. എന്നിട്ട് മദീനയിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആക്രമിക്കാനാണ്. അതിനാണ് ഈ പ്രാവശ്യം അബൂ സുഫിയാനും കൂട്ടരും പോയത്. അവർ നൃത്തം ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ ലാഭമൊക്കെ മുഹമ്മദിനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കണമെന്ന് തീരുമാനിച്ച് ഈ ഇവരെ നബി കിട്ടിയപ്പം ചെയ്താല നബി കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ചില നിരീക്ഷണ നിർമ്മതവാദികൾ പറഞ്ഞതുമായി പോയതല്ല, ഒരു സാമ്പത്തിക ഉപരോധമാണ്. അപ്പൊ അമേരിക്കക്കെതിരൊക്കെ നമുക്ക് സാമ്പത്തിക ഉപരോധ ചരക്കൊക്കെ പരമാവധി നമുക്ക് വാങ്ങാതിരിക്കുക. അങ്ങനെ വാങ്ങാതിരുന്നാൽ അമേരിക്ക പൊളിയും നശിക്കുന്നല്ല. അതൊക്കെ പടച്ചോൻ തന്നെ പൊളിച്ചിട്ടുണ്ട് ഇപ്പം. കാരണം വലിയ ആളായി നിന്നൊക്കെ ഇതാക്കിയ ആളുകൾ പടച്ചോനെ ഇടക്കൊക്കെ കുറച്ചേ വിടുള്ളൂ. അപ്പം അങ്ങനെ ഈ സാമ്പത്തിക ഉപരോധം അതൊക്കെ നടപ്പാക്കാം എന്നത് ഇങ്ങനെ മഹത്തായ സന്ദേശങ്ങളാണ്. അല്ലാതെ സ്നേഹിതന്മാരെ മരിച്ചുപോയി നമ്മൾ നബി ഏതാനും സഹാബത്തെ മരിച്ചിട്ടുള്ളൂ. നമ്മൾ 313 പത്തിരി ഇട്ടിട്ട് മുഹമ്മദ് നബിനെ അടക്കാൻ ബദറിനോട് കൊല്ലുക. കാരണം ബദരീങ്ങൾ ആണ്ട് എങ്ങനെ ആഘോഷിക്കാൻ പറ്റുക? ബദരീങ്ങൾ ആണ്ട് ആഘോഷിക്കുകയാണെങ്കിൽ മാസം ആഘോഷിക്കേണ്ടി വരും. കാരണം കുറച്ച് സഹാബത്ത് മാത്രം ബദർ രക്തസാക്ഷിയാണ്. പിന്നെ പല മാസത്തിലായിട്ടാണ് സഹാബത്ത് എന്ത് ചെയ്യുന്നത്, രക്തസാക്ഷിയാണ്. പല ബദരീങ്ങൾ പല മാസത്തിലും പല ദിവസങ്ങളിലായിട്ടാണ്. അപ്പൊ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രയാസപ്പെട്ട് നോൽക്കണ നോമ്പ് ആ ബദരീങ്ങളെ ആണ്ടാണ് കഴിച്ചിട്ട് നിങ്ങൾ ഇല്ലാതാക്കരുത്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസം പ്രധാന മാസം. എന്റെ നാട്ടിൽ ദുൽഹജ്ജ് മാസത്തിൽ തന്നെയാണ് ഓമാന ശ്രോതാക്കളെ നേർച്ച കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. പിശാചിന്റെ ഓരോ നോക്കിങ്ങൾ എല്ലാ നല്ലതിലും ഈ ഷിർക്കിൻ്റെത് ദുൽഹജ്ജ് മാസം മലപ്പുറത്തൊക്കെ ഓമാന ശ്രോതാക്കളെ നേർച്ചയാണ്. ആ ദുൽഹജ്ജ് മാസത്തിലാ ആ നേർച്ച ആഘോഷിക്കോടുകൂടി ആ മാസത്തിൻ്റെ പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ബദർന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇതല്ല സ്നേഹിതന്മാരെ. നമ്മൾ പത്തിരിണ്ടാക്കി തിന്നിട്ട് ഇങ്ങനെ ഏമ്പളക്കെട്ട് നടക്കുകയല്ല. നേരെ മറിച്ച് ബദറിന്റെ ആ മഹത്തായ സന്ദേശങ്ങൾ, ഞാൻ ഈ പറഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താണ് വേണ്ടിയിട്ടുള്ളത്. അവരൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ബദറിലെ സഹാബത്തും നബിയൊക്കെ അള്ളാനെ മാത്രമേ വിളിച്ച് തേടിയിട്ടുള്ളൂ. തൗഹീദിന്റെ പ്രധാന ആശയം അതാണ്. അങ്ങനെ എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. അതിന്റെ മുമ്പ് ഒരു പ്രധാന ഒരു കാര്യം ഉണർത്താനുള്ളത്, കാരണം ഞാൻ പല പ്രാവശ്യം ഉണർത്തിയ മതി, ഇന്നമായ അമുറു മസാജിദ് അല്ലാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ഷ ഇല്ലല്ലാഹ്. അതായത് അള്ളാഹിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നിസ്കാരം നിലനിർത്തുക, ദാനധർമ്മം ചെയ്യുക. അവർ പള്ളിനെ അലങ്കരിക്കും എന്ന് പറഞ്ഞു. ആ പള്ളി അലങ്കരിക്കൽപ്പെട്ടതാണ് പ്രധാന, പലതും എല്ലാം പെടും. അതിൽപ്പെട്ടത് തന്നെയാണ് പള്ളിയിൽ നേരത്തിന് ബാങ്ക് കൊടുക്കാൻ ആളുണ്ടാകുക, നല്ലൊരു ഇമാമ് ഉണ്ടാകുക, അതുപോലെ തന്നെ പള്ളിയിലെ മറ്റു ചെലവുകൾ, പള്ളിയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാകുക, അത് ഒതുകൊടുക്കാനുള്ള സൗകര്യം, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പൊ ഈ പള്ളി ചില ഉദാരമതികളുടെ ദാനശീലുള്ളവരുടെ സുഹൃത്തുക്കളുടെ യത്നത്താൽ ഈ പള്ളി ഉണ്ടായി. ഒരു ഭീമസംഖ്യ പള്ളിക്ക് വേണ്ടി ഒരു നഷ്ടപ്പെടുത്തി. നമുക്ക് അതിന് സാധിക്കാതെ വന്നത് ആണ്. എങ്കിലും നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് പള്ളി നിർമ്മാണത്തിന് നമുക്ക് അത്ര വലിയ സംഖ്യ താക്കാൻ പറ്റില്ലല്ലോ. ഈ പള്ളിക്ക് വലിയൊരു ചെലവ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ഇതിന് വലിയ സാമ്പത്തിക വരുമാന മാർഗങ്ങളൊന്നുമില്ല, വലിയ ചെലവ് വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് പള്ളി പരിപാലനത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംഭാവന നൽകണമെന്ന്, കഴിവിന്റെ പരമാവധി സംഭാവന നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. പടച്ചവനെ, മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, ശാരീരികവും സാമ്പത്തികവുമായ മാനസികവുമായ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഐശ്വര്യം പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, ഞങ്ങളിന്ന് രോഗമായി ആസ്പത്രിയിലും വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ച് സ്നേഹിതന് സലീമിനും എൻ്റെ മഹത്തായ ശിവകാരണം രോഗശമനം കാണാൻ രോഗശമനം നൽകണമേ. പടച്ചവനെ, ഞങ്ങൾ അടുത്തതായിട്ടും വിദൂരത്തായും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മഹത്തായ റഹ്മത്ത് കാണാൻ അവിടെ ഖബർ ജീവിതം പരലോക രക്ഷ ആക്കണമേ. പടച്ചവനെ, മുസ്ലിമായ ഏക കാരണത്താൽ പല കള്ളക്കേസുകൾ കുടുക്കി ജയിലുകളിലൊക്കെ ജീവിച്ച് നോമ്പ് അതിൻ്റെതായ നിലക്ക് അനുഷ്ഠിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവർക്കും നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അത്തരം കേസുകളിൽ നിന്നൊക്കെ കള്ളക്കേസുകളിൽ രക്ഷപ്പെടാനുള്ള ഒരു മഹത്തായ ഭാഗ്യം പടച്ചവനെ പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, ഖുർആനിൽ നിന്നും സുന്നത്തു നിന്നും അകന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പരസ്പര സ്നേഹവും പരസ്പര ഐക്യവും ഇസ്സത്തും പ്രതാപവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലേക്കും നബിചര്യയിലേക്കും തിരിച്ചു വന്ന്
ആ നഷ്ടപ്പെട്ട ഇസ്സത്ത്, പ്രതാപവും, പരസ്പര സ്നേഹവും പരസ്പര ഐക്യവും വീണ്ടെടുക്കാനുള്ള മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പടച്ചവനെ ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്ക് വിചലിപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിചലിക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന അഫ്രി അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ.